വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എല്ലാ ശാലോം പ്രേക്ഷകർക്ക് ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈശോ തൊടുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അറിയണം. അതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് പോവുകയാണ്. നീതിമാൻ്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്. നീതിമാൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. നീതി പ്രവർത്തിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രാർത്ഥനകൾക്കും ഫലമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫലമുണ്ട് എന്നുള്ള ഉറച്ച ചിന്തയുണ്ടാകട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. പ്രാർത്ഥന കേൾക്കപ്പെടും. അതുകൊണ്ട് പ്രാർത്ഥന ശക്തമാക്കണം. പ്രാർത്ഥനയ്ക്ക് വളരെയധികം തീക്ഷ്ണതയുണ്ടാകണം. ശക്തിയോടെ ആയിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ അച്ഛൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ 3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. നീതിമാൻ്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്. നീതിമാൻ്റെ പ്രാർത്ഥന ശക്തിയും ഫലവുമുള്ളതാണെങ്കിൽ പാപിയുടെ പ്രാർത്ഥന കേൾക്കപ്പെടുകയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. നീതിമാൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നു, അതിന് ഉത്തരം ലഭിക്കുന്നു. എന്നാൽ പാപി പാപത്തിൽ ജീവിച്ചിട്ട് അവൻ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കേൾക്കപ്പെടുന്നില്ല. അതിനുദാഹരണമായിട്ടാണുള്ള വചനമാണല്ലോ നമ്മൾ വായിച്ചത്, ഏലിയായുടെ പ്രാർത്ഥന. ഏലിയായുടെ തീക്ഷ്ണമായ പ്രാർത്ഥനയെ നമുക്ക് ധ്യാനിക്കാം. ഏലിയായുടെ ശക്തമായ പ്രാർത്ഥനയുടെ 2 ഫലങ്ങൾ: 1 മഴ പെയ്തില്ല, 2 മഴ പെയ്തു. 2 കാര്യങ്ങളുണ്ട്. 1 മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു, 2ാമത്തേത് മഴ പെയ്യാനായിട്ട് പ്രാർത്ഥിച്ചു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 17, 18, 19 അധ്യായങ്ങളിലാണ് ഇത് കാണുവാനായിട്ട് കഴിയുന്നത്. 16-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ 29 മുതലുള്ള വചനങ്ങളിൽ ആഹാബ് രാജാവിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ആഹാബ് രാജാവ് വിജാതീയ സ്ത്രീയായ ജസബലിനെ വിവാഹം കഴിക്കുകയാണ്. അതുവഴിയായിട്ട് അവൻ വിജാതീയ ദൈവത്തെ, ബാൽ ദേവനെ ദൈവമായിട്ട് പ്രതിഷ്ഠിച്ചു. ആ ദേവൻ്റെ മുമ്പിൽ എല്ലാ കാഴ്ചകളും സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ 34-ാമത്തെ അധ്യായത്തിലുണ്ട്, അവൻ്റെ കാലത്ത് ബഥേലിലെ ഹിയൽ ജെറീക്കോ പണിയിച്ചു. ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജെറീക്കോ പട്ടണം നശിപ്പിച്ചതിന് ശേഷം ജോഷുവ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ജെറീക്കോ പട്ടണം ആര് പുനരുദ്ധരിക്കുന്നുവോ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കും. ഈ ആഹാബ് രാജാവിൻ്റെ കാലഘട്ടത്താണ് ഈ ജെറീക്കോ പട്ടണം പുനരുദ്ധരിക്കാനായിട്ട് പോകുന്നത്. അത് ശാപത്തിലേക്ക് നീങ്ങുകയാണ്. അങ്ങനെ ഏറ്റവും അധികം പാപത്തിൽ ജീവിച്ചപ്പോൾ ഒരു ദേശം മുഴുവൻ, ഒരു വ്യക്തിയുടെ പാപം മൂലം ഒരു ദേശം മുഴുവൻ നശിച്ച അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ആ ദേശത്ത് മുഴുവൻ തിന്മ വർദ്ധിക്കുകയാണ്. ആ സമയത്താണ് 17-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം, ഗിലിയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞാലല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. ഞാൻ പറഞ്ഞാലല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു,
അവനും ഏലിയായും നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവത്തോടൊട്ടി ജീവിച്ചപ്പോൾ, ദൈവത്തോട് ചേർന്ന് ജീവിച്ചപ്പോൾ ഈ പ്രവാചകൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വാക്കായിട്ട് മാറുകയാണ്. ഈ പ്രവാചകൻ പറയുകയാണ്, മഴയോ മഞ്ഞോ ഈ ദേശത്ത് ഉണ്ടാകില്ല. നമുക്കിന്ന് പിന്നീട് അറിയാനായിട്ട് പറ്റും. പിന്നീട് ആ ദേശത്ത് മഴ പെയ്യുന്നില്ല. ആ ദേശത്ത് കഠിനമായ ക്ഷാമം ഉണ്ടാവുകയാണ്. എല്ലാവരും നരകിക്കുകയാണ്. ഒരു വ്യക്തിയുടെ പാപം മൂലം ഒരു ദേശം മുഴുവൻ നശിക്കുന്നുണ്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ കാണുന്നുണ്ട്. ഒരു വേശ്യ, നികൃഷ്ടിയായ വേശ്യ തൻ്റെ വേശ്യാവൃത്തി മൂലം നാട് മുഴുവൻ ദുഷിപ്പിച്ചു. തന്മൂലം അവിടെ മഴയില്ലാതായി. ഇവളുടെ നിന്ദ്യമായ പ്രവൃത്തി മൂലം, ഈ വേശ്യാവൃത്തി മൂലം തന്നെ നാട്ടിൽ മഴ പെയ്യാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ പാപം മൂലം, ആ പാപത്തിൻ്റെ ജീവിതം വഴിയായി ഒരു ദേശം അല്ലെങ്കിൽ ഒരു കുടുംബം തന്നെ അനുഗ്രഹിക്കപ്പെടാതെ പോവുകയാണ്. അതുകൊണ്ട് ഓർക്കുക, നാം പാപത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ അനുഗ്രഹം തടയപ്പെടുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാതെ പോവുകയാണ്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം 13-ാമത്തെ വചനം, നിന്റെ പാപങ്ങൾ മൂലം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും വില കൂടാതെ കവർച്ച വസ്തുക്കളെപ്പോലെ ഞാൻ രാജ്യത്തുടനീളം വിതരണം ചെയ്യും. വീണ്ടും ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 19-ാമത്തെ തിരുവചനം, ഓരോരുത്തർക്കും അവനവൻ്റെ നടപ്പിനും ചെയ്തികൾക്കും അനുസൃതമായ പ്രതിഫലം നൽകുന്നതിന് അങ്ങയുടെ ദൃഷ്ടി മനുഷ്യരുടെ മാർഗങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആഹാബ് രാജാവ് വിഗ്രഹാരാധനയ്ക്ക് നേതൃത്വം കൊടുത്തപ്പോൾ, ആ വിഗ്രഹാരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ ആ ദേശത്ത് നിന്ന് മഴ ഇല്ലാതായി തീരുകയാണ്. വീണ്ടും സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 39-ാമത്തെ അധ്യായം, സങ്കീർത്തനം 39-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം, പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായതിനെയെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരം ആഹാബ് രാജാവ് പാപത്തിൽ ജീവിച്ചപ്പോൾ വിശുദ്ധ ജീവിതം നയിച്ച ഏലിയ വന്ന് പറയുകയാണ്, ഇനി ഞാൻ പറഞ്ഞാലല്ലാതെ, ഞാൻ പറയാതെ ഈ ദേശത്ത് മഴയുണ്ടാകത്തില്ല. അത് സംഭവിക്കുകയാണ്. ഒരു വിശുദ്ധൻ്റെ വാക്കുകൾക്ക്, ദൈവത്തോടൊട്ടി നിൽക്കുന്ന വാക്കുകൾക്ക്, ആ വാക്ക് ദൈവത്തിൻ്റെ വാക്കായിട്ട് മാറും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വാക്കായിട്ട് തീരുന്നു. കാരണം അവനെ നയിക്കുന്ന അരൂപി ദൈവത്തിൻ്റെ അരൂപിയാണ്. ജെറമ്യാ 1:5, മാതാവിൻ്റെ ഉദരത്തിൽ ജന്മം ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. പിന്നീട് ഒരു പ്രവാചകൻ്റെ ജീവിതം, വിളി ലഭിച്ച അന്നു മുതൽ പ്രവാചകൻ്റെ അല്ല, പ്രവാചകൻ ദൈവത്തിൻ്റെയാണ്. നീ നിൻ്റേതായിട്ട് തീരുമ്പോൾ ലൗകികമായിട്ടുള്ള അറിവുകളാണ് നിന്നെ നയിക്കുന്നത്. എന്നാൽ എന്നാണോ നീ ദൈവത്തിൻ്റേതായിട്ട് മാറുന്നത്, ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത്, അപ്പോൾ നിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് തീരുകയാണ്. അതാണ് ഈ പ്രവാചകൻ്റെ, ഏലിയാ പ്രവാചകൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് മാറാനുള്ള കാരണം, ഏലിയാ പ്രവാചകൻ ദൈവം പറയുന്നത് കേട്ട് ജീവിച്ചു. നിൻ്റെ കുടുംബത്തിൽ നീ ദൈവത്തിൻ്റെ വാക്കുകൾക്ക്, ദൈവത്തോടൊട്ടി ജീവിക്കുമ്പോൾ, ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളാകും. നിൻ്റെ വാക്കുകൾക്ക് ദൈവിക ശക്തി കൈവരുന്നു. ഇന്ന് പരിശോധിക്കുക, നമ്മെ നയിക്കുന്ന അരൂപി ഏതാണ്? മാനുഷികമായ ചിന്താഗതികളും മാനുഷികമായിട്ടുള്ള ആലോചനകളും മാനുഷികമായ തീരുമാനങ്ങളുമാണ് ഒരു വ്യക്തിയെ നയിക്കുന്നതെങ്കിൽ അവൻ്റെ വാക്കുകൾ മാനുഷിക വാക്കുകളാണ്. എന്നാൽ ദൈവിക തീരുമാനങ്ങൾ അനുസരിച്ചാണ് ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ ജീവിതമായിട്ട് മാറുകയാണ്. അതാണ് ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ ജെറമ്യാ പ്രവാചകനോട് ദൈവം കൽപ്പിക്കുകയാണ്, നീ വിവാഹം കഴിക്കുകയോ നിനക്ക് മക്കളുണ്ടാവുകയോ ചെയ്യാൻ പാടില്ല. നീ മരിച്ച വീട്ടിൽ പോവുകയോ അവരോടൊത്ത് വിലപിക്കുകയോ ചെയ്യാൻ പാടില്ല. നീ വിരുന്ന് നടക്കുന്ന വീടുകളിൽ പോവുകയോ അവരോടൊത്ത് തിന്നുകയോ കുടിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇപ്രകാരം ദൈവത്തിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തപ്പോൾ പ്രവാചകൻ പൂർണ്ണമായും ദൈവത്തിൻ്റേതായി മാറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അരുത്, ചെയ്യണം, മുന്നോട്ട് പോകണം,
പോകരുത് എന്നിങ്ങനെയുള്ള വാക്കുകളും കൽപ്പനകളും ഒക്കെ ദൈവം നൽകിയിട്ടുള്ളത് തന്നെയാണ്. വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുത്, അത് പറിക്കരുത്, അത് കഴിക്കരുത് എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അരുതായ്മകളും ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ മനസ്സിലാകുകയുള്ളൂ. ഇപ്രകാരം തന്നെയാണ് ഏലിയാ പ്രവാചകൻ തിരിച്ചറിയുകയാണ്, ഈ ദേശത്തിനോട് പറയേണ്ടത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. അതുകൊണ്ട് ഈ ദേശത്ത് മഴ പെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അത് ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് മാറി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാക്കുകളനുസരിച്ച് ജീവിക്കുവാനായിട്ട് കഴിയേണ്ടതാണ്. ഒരു കുടുംബത്തിൽ ഒരു പിതാവോ മാതാവോ ജീവിത പങ്കാളികളോ അല്ലെങ്കിൽ മക്കളോ തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ച് തന്നെയാണ്. ഈ ഏലിയാ പ്രവാചകൻ ബലി അർപ്പിക്കുന്നത് നമ്മൾ രംഗം കാണുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ഏലിയാ പ്രവാചകൻ ബലി അർപ്പിക്കുന്നതിന് മുമ്പ് ബാലിൻ്റെ പുരോഹിതന്മാരെല്ലാവരും ചേർന്ന് ഒരു ദിവസം മുഴുവൻ ബാൽദേവ പ്രത്യക്ഷനാകണമേ എന്ന് പറഞ്ഞ് തങ്ങളുടെ ശരീരത്തെ പോലും പീഡിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് പകൽ മുഴുവൻ പരിശ്രമിച്ചിട്ട് നടക്കാതെ വരികയാണ്. അപ്പോഴാണ് ഏലിയ 12 കല്ലെടുത്ത് ബലിപീഠമുണ്ടാക്കി ഇസ്രായേലിൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ബലിപീഠത്തിലേക്ക് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി ആ ബലിവസ്തുക്കളെ സ്വീകരിക്കുകയാണ്. ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥനയാണ്. ഒരു പ്രവാചകൻ്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, 4-ാം അധ്യായത്തിൽ ആദ്യ സഹോദരങ്ങളുടെ ബലിയെ നമ്മൾ കാണുന്നുണ്ട്, ആബേലും കായേലും. ആബേൽ തൻ്റെ കടിഞ്ഞൂലുകളിൽ ഏറ്റവും പ്രിയപ്പെട്ടവയിൽ ഒന്നിനെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം കായേൻ തൻ്റെ വിളവുകളിൽ ഒരു ഭാഗം ദൈവത്തിന് സമർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ആബേലിൻ്റെ ബലിയിൽ ദൈവം പ്രീതനായത് എന്ന് ചോദിച്ചാൽ, അവൻ ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടുത്തപ്പോൾ അവൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് മാറി. ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കൊടുത്തപ്പോൾ അവൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് മാറി. വീണ്ടും നമുക്കറിയാമല്ലോ അബ്രാഹത്തിൻ്റെ ബലി. മോറിയാമലയിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ ദൈവത്തിന് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി അബ്രാഹം മാറുകയാണ്. പരിശോധിക്കുക, എപ്രകാരമാണ് ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് മാറുന്നത്? എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റേത്, എനിക്കുള്ളതെല്ലാം ദൈവം തന്നത്, എന്നെ നയിക്കുന്നത് ദൈവം എന്ന ആ മനോഭാവത്തിലൂടെ നീ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടതായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായിട്ട് തീരുക. ഏലിയാ പ്രവാചകൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് കർത്താവ് തന്നെ ആ ദേശത്ത് മുഴുവൻ വരൾച്ചയുണ്ടായപ്പോൾ ഈ പ്രവാചകൻ്റെ കാര്യമോർത്ത് ദൈവം ഈ പ്രവാചകന് കാക്കകളിലൂടെ ഭക്ഷണം എത്തിക്കുകയാണ്. വീണ്ടും സറഫാത്തിലെ ഒരു വിധവയുടെ അടുത്തേക്ക് ഈ പ്രവാചകനെ അയക്കുകയാണ്. അവിടെ ദൈവം അനുഗ്രഹം വർഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദേശത്ത് മുഴുവൻ തിന്മ വർദ്ധിച്ചാലും ദേശം മുഴുവൻ ശാപഗ്രസ്തമായാലും ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം എന്നാളും ഓർമ്മിക്കും. ദൈവം എന്നാളും ഓർമ്മിക്കും. അതാണല്ലോ ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം. ദേശത്ത് തിന്മ പെരുകി ദൈവം തീരുമാനമെടുത്തു, ഇവരുടെ പാപം മൂലം ഞാൻ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം നോഹയുടെ കാര്യം ഓർക്കുകയാണ്. ആ നീതിമാനെ ഈ പാപികളോടൊപ്പം നശിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. പാപികൾ ഒരുമിച്ച് ജീവിച്ച് അത് ഫലമായിട്ട് അവിടെ പാപം പെരുകിയപ്പോൾ ആ ദേശം മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ പാപികളോടൊപ്പം നീതിമാനായ നോഹയെ നശിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നോഹയോട് പറയുന്നത്, പാപികൾ ഒരുമിച്ച് ജീവിക്കുന്ന ആ പ്രദേശത്ത് തന്നെ നീ ഒരു പെട്ടകമുണ്ടാക്കണം. അത് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദൈവം പദ്ധതി ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർമ്മിക്കുകയോ പരിഗണിക്കുകയോ ഇല്ല,
പുതിയത് ഞാൻ ചെയ്യാൻ പോകുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വിജനപ്രദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ പുഴകളും ഞാൻ ഒഴുക്കും. കഴിഞ്ഞ കാര്യങ്ങൾ നീ ഓർമ്മിക്കേണ്ട, കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചത് നീ ചിന്തിക്കേണ്ട. നിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു പുതിയത് കാര്യങ്ങൾ നൽകാനായിട്ട് പോവുകയാണ്. അതാണ് സങ്കീർത്തനം 10-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. അവിടുന്ന് എളിയവരുടെ ഹൃദയാഭിലാഷങ്ങൾ നിറവേറ്റും. എളിയവരുടെ അഭിലാഷങ്ങൾ നിറവേറ്റും. അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. നീ ദൈവത്തോടൊത്ത് ജീവിക്കുമ്പോൾ നിൻ്റെ വിളികൾക്കും നിൻ്റെ യാചനകൾക്കും ദൈവം മറുപടി നൽകും. അതിന് നീ നീതിമാനായിട്ട് ദൈവത്തോടൊത്ത് ജീവിക്കുക. എപ്രകാരമാണ് ഒരു വ്യക്തി നീതിമാനാകുന്നത്? ഒരു വ്യക്തി നീതിമാനാകുന്നത് ദൈവത്തെ തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് പ്രതിഷ്ഠിക്കുമ്പോഴാണ്, ദൈവത്തെ ചേർത്ത് നിർത്തി ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ ജോസഫിനെ ദൈവം നിദ്രയിൽ പ്രത്യക്ഷപ്പെട്ട് അതിനുള്ള പദ്ധതികൾ, ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തുകയാണ്. കാരണം അവൻ നീതിമാനായിരുന്നു. നീതിമാനെ ദൈവം എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കും. തോബിത്ത് നീതിമാനായിരുന്നപ്പോൾ ഈ തോബിത്തിൻ്റെ മകനായ തോബിയാസിന് ദൈവത്തിൻ്റെ ദൂതനായ റഫായലിനെ സഹായകനായിട്ട് ദൈവം അയക്കുകയാണ്. വീണ്ടും നമുക്കറിയാം, സോദോം ഗൊമോറ എന്ന തിന്മ നിറഞ്ഞ സ്ഥലത്ത് ലോത്ത് ജീവിക്കുമ്പോൾ ഈ സോദോം ഗൊമോറ ദേശത്തെ ദൈവം നശിപ്പിക്കാൻ തീരുമാനമെടുത്തപ്പോൾ നീതിമാനായ ലോത്തിൻ്റെ കാര്യമോർത്തു. ലോത്ത് നീതിമാനായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഈ സോദോം ഗൊമോറ ദേശം നശിപ്പിക്കാൻ പറ്റില്ല ദൈവത്തിന്. അതുകൊണ്ട് ഈ ലോത്തിനെ ആ സ്ഥലത്തു നിന്ന് പുറത്താക്കിയതിന് ശേഷമാണ് അവിടേക്ക് തീയും ഗന്ധകവും അയക്കുന്നത്. ഒരു നീതിമാനെ ദൈവം അത്രയധികമായിട്ട് സ്നേഹിക്കുന്നു. നോഹ പുറത്തിറങ്ങി, ആ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് ദൈവത്തിന് ബലിയർപ്പിച്ചു. ശുദ്ധിയുള്ള മൃഗങ്ങളെ ചേർത്ത് ദൈവത്തിന് ബലിയർപ്പിച്ചു. ആ ബലിയുടെ ഫലമായിട്ടുള്ള ഗന്ധം അടിച്ചപ്പോൾ ദൈവം തീരുമാനമെടുക്കുകയാണ്, ഇനി ഒരിക്കലും മനുഷ്യരെ നശിപ്പിക്കുകയില്ല. ഒരു നീതിമാൻ്റെ ബലിയിൽ പ്രസാദിച്ച് ദൈവം പറയുന്ന വാക്കുകളാണ്, ഇനി ഒരിക്കലും ഞാൻ ജനത്തെ നശിപ്പിക്കുകയില്ല. അതാണ് നീതിമാൻ്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്. നീതിമാൻ്റെ പ്രാർത്ഥന ഫലമുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലത്ത് നീതിയോടെ നീ ജീവിക്കുമ്പോൾ, നീതിയോടെ നീ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നീതിയോടെ ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് നിന്നെ തന്നെ സമർപ്പിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹത്തോട് പറയുന്നുണ്ട്, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. ദൈവം പരിചയമായിട്ട് അബ്രാഹത്തിൻ്റെ കൂടെയുള്ളപ്പോൾ അബ്രാഹത്തിനെതിരെ ഒന്നും എതിരായിട്ട് നിൽക്കുകയില്ല. അബ്രാഹത്തിന് പരിചയമായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്. അതുകൊണ്ടാണ് അബ്രാഹം യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണം അബ്രാഹത്തിന് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പരിചയമാണ് എങ്കിൽ ആർക്കും വെട്ടേൽക്കുകയില്ല. ദൈവം പരിചയമാണെങ്കിൽ എന്നും ദൈവിക സംരക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടോ എന്ന് പരിശോധിക്കുക. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 17-ാമത്തെ തിരുവചനം, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. അതാണ് അബ്രാഹം ദൈവവുമായിട്ടുള്ള ഉടമ്പടി ബന്ധം ഉണ്ടാക്കുകയാണ്. അതിന് അബ്രാഹം തിരഞ്ഞെടുക്കുന്നത് 3 മാസമായ ഒരു പശുക്കിടാവിനെയും ആട്ടിൻകുട്ടിയെയും ചെമ്മരിയാടിനെയും ചങ്ങാലികളെയും പ്രാവും കുഞ്ഞുങ്ങളെയും ദൈവത്തിന് ബലിയായി സമർപ്പിച്ച് ഒരു ബന്ധം സ്ഥാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവുമായിട്ട് ആത്മാർത്ഥമായ ബന്ധം സ്ഥാപിക്കാതെ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുകയില്ല. ഇന്ന് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധമുണ്ടോ? അബ്രാഹത്തിന് ദൈവവുമായിട്ട് ഉടമ്പടി ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് അബ്രാഹത്തെ നയിച്ചത് ദൈവമാണ്. ഇത് തന്നെയാണ് വീണ്ടും യാക്കോബിൻ്റെ ജീവിതത്തിൽ. യാക്കോബ് താൻ കടന്നുറങ്ങിയ ആ കല്ല് തന്നെ ബലിക്കല്ലായിട്ട് മാറ്റുമ്പോൾ ഈ യാക്കോബ് ദൈവവുമായിട്ട്
ദൈവം ഉടമ്പടി സ്ഥാപിക്കുകയാണ്. അതുവഴിയായിട്ട് ഈ യാക്കോബിന് അനുഗ്രഹം ലഭിക്കുകയാണ്. അവിടെ പ്രത്യേകമായിട്ട് പരിശോധിക്കുക, എൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹം നിനക്കുണ്ടാകും. ഉൽപ്പത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു, ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്കുണ്ണാനും ഉടുക്കാനും തരികയും എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എൻ്റെ ദൈവം. ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ്. ഈ യാക്കോബും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയാണ്. ആ ഉടമ്പടി പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവുമായിട്ട് നീ ഇന്ന് ഉടമ്പടി സ്ഥാപിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ ഏലിയായുടെ വാക്കുകളെ ദൈവത്തിൻ്റെ വാക്കായിട്ട് മാറുവാനുള്ള കാരണം. ഈ ഏലിയായും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി ബന്ധമുണ്ട്. ആ ബലി, ഏലിയായുടെ ബലി സ്വീകരിക്കുകയാണ്. ആ ബലി സ്വീകരിക്കുവാനുള്ള കാരണം ഈ പ്രവാചകനും ദൈവവും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. പിന്നീട് ഈ വരൾച്ച അവസാനിക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 41-ാം തിരുവചനം. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, വലിയ മഴ ഇരമ്പുന്നു. മഴയുടെ ഒരു ലക്ഷണം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, ഒരു ചെറിയ മേഘത്തിൻ്റെ കണിക പോലും കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏലിയ ആഹാബിനോട് പറയുകയാണ്, വലിയ മഴ ഇരമ്പുന്നു. എങ്ങനെ തെളിഞ്ഞ ആകാശത്തിൽ ഒരു മഴയുടെ ഒരു സാധ്യതയുമില്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രവാചകന് വലിയ മഴയുടെ ഇരമ്പൽ കേൾക്കാൻ കഴിയുന്നു? ഈ വലിയ മഴയുടെ ഇരമ്പൽ കേൾക്കാൻ കഴിയുന്നത് ഒരു ഉടമ്പടി ബന്ധമാണ്. ദൈവത്തോട് ഉടമ്പടി ബന്ധം സ്ഥാപിക്കുകയാണ്. ഈ ഏലിയ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഏലിയ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഭൃത്യനോട് പറയുകയാണ്, നീ ചെന്ന് നോക്ക്, അവിടെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ? 1, 2, 3 പ്രാവശ്യം പോകുമ്പോൾ മഴയുടെ ഒരു ലക്ഷണം പോലും കാണുന്നില്ല. മഴയുടെ ഒരു ലക്ഷണവുമില്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രവാചകൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യാശയ്ക്ക് വകയില്ലാത്ത സാഹചര്യത്തിലും നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിന്റെ ജീവിതത്തിൽ സഹനങ്ങൾ നിറയുമ്പോഴും നീ പ്രത്യാശിക്കുക. അതാണ് റോമ 5:5. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. ഈ പ്രവാചകന്, ഏലിയ പ്രവാചകന് വലിയ പ്രത്യാശയുണ്ടായിരുന്നു. ഞാൻ പറയുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കാണ്. എൻ്റെ വാക്കിന് ദൈവം ഉത്തരം നൽകും. അതുകൊണ്ടാണ് നീ ഉടനെ പോയിക്കൊള്ളുക, വലിയ മഴ ഇരമ്പുന്നു എന്നുള്ള ആ ഒരു വചനം പറയുവാനായിട്ട് ഈ പ്രവാചകന് കഴിഞ്ഞത്. ഈ പ്രവാചകന് വളരെയധികം ഉറപ്പുള്ളത് കൊണ്ട് തന്നെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പല പ്രാവശ്യം, 6 പ്രാവശ്യത്തോളം പോയി തിരിച്ചു വന്നപ്പോഴും വളരെ വിപരീതമായിട്ടുള്ള ഫലമാണ്. മഴയ്ക്കൊരു സാധ്യത ഇല്ലാത്തപ്പോൾ പോലും ദൈവത്തെ കൈവിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സഹനങ്ങളുണ്ടാകുമ്പോൾ, വലിയ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോഴും നിനക്ക് ഏലിയായുടെ വിശ്വാസം ഉണ്ടാകണം. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോൾ പോലും നീ ദൈവത്തിൽ വിശ്വസിക്കണം. അതാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ. 100 വയസ്സായിരിക്കെ ഒരു മക്കളുണ്ടാകാനുള്ള സാധ്യതയില്ലായിരുന്നപ്പോഴും ദൈവത്തെ അബ്രാഹം തള്ളിക്കളഞ്ഞില്ല. ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുത്തു. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചതുകൊണ്ട്, ആ വാക്കുകളെ ബഹുമാനിച്ചതുകൊണ്ട്, ആ വാക്കുകൾക്ക് വില കൽപ്പിച്ചതുകൊണ്ട് ഈ അബ്രാഹം വലിയ ഫലത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഇതുപോലെ ഈ പ്രവാചകനും ഈ വാക്കുകൾക്ക് അർത്ഥം കണ്ടെത്തുകയാണ്, വാക്കുകൾക്ക് ഫലം കാണാനായിട്ട് കഴിയുകയാണ്. 7ാമത്തെ പ്രാവശ്യം പോയിട്ട് ഭൃത്യം വരുമ്പോൾ പറയുന്നുണ്ട്, ഒരു കൈമേഘം ഞാൻ കാണുന്നു. ഈ ഒരു കൈമേഘത്തിന് വലിയൊരു മഴയെ സൃഷ്ടിക്കുവാനായിട്ട് കഴിഞ്ഞുവെങ്കിൽ നിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഒരു കൈമേഘം പോലെ പ്രത്യാശയ്ക്ക് കർത്താവ് വഴിയൊരുക്കും. ഈ കൈമേഘം വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങളുണ്ട്. പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട കാര്യം, നിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളാകണമെങ്കിൽ നീ ദൈവത്തോടൊത്ത് ജീവിക്കുക. നിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് മാറണമെങ്കിൽ നിൻ്റെ ജീവിതത്തെ ദൈവിക പദ്ധതി അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഏലിയ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. നീ ഇന്ന് നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് ദൈവിക പദ്ധതി അനുസരിച്ച് തന്നെ വേണം. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിച്ചു, ആരംഭത്തിൽ കണ്ടു, നീതിമാൻ്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണ്. പരിശോധിക്കാം എൻ്റെ പ്രാർത്ഥന എത്രമാത്രം ശക്തിയുള്ളതാണ്.
ഞാൻ ഇന്ന് നീതിയോടെ ജീവിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണോ ഞാൻ മുന്നോട്ട് പോകുന്നത്? ദൈവ പ്രമാണങ്ങളാണോ എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം? എങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണ്. എങ്കിൽ നീ ദൈവത്തോട് ചോദിച്ചാൽ ഉത്തരം ഉറപ്പാണ്. നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളാകും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തോടൊത്ത് ജീവിക്കുവാനും ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവം പറയുന്നതിനനുസരിച്ച് എല്ലാം ക്രമപ്പെടുത്തുവാനും എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഏലിയാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചപ്പോൾ പ്രവാചകൻ്റെ വാക്കുകൾക്ക് ദൈവം ശക്തി നൽകിയല്ലോ. നീതിമാൻ്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണല്ലോ എന്ന് യാക്കോബ് ലേഖനത്തിലൂടെ ഞങ്ങൾ വായിച്ചതുപോലെ നീതിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നീതിയുടെ ഫലത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ആ പ്രവാചകൻ ഇനി മഴയുണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഴ ആ ദേശത്തു നിന്ന് ഇല്ലാതായി. മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഴ പെയ്തു. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കും. ഞങ്ങൾ പ്രവാചകനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രവാചകൻ ദൈവത്തോടൊത്ത് ജീവിച്ചതുപോലെ ഞങ്ങളും ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്ക് തീരുമാനമെടുക്കാം. ഈ പ്രവാചകനെ പോലെ ദൈവത്തോടൊത്ത് ജീവിക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇരു കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഏലിയാ പ്രവാചകൻ്റെ ആ പ്രാർത്ഥനയോ പോലെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. നീതിമാൻ്റെ പ്രാർത്ഥന ശക്തിയുള്ളതാണ്, ഫലദായകമാണ്. ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ഇരു കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏലിയാ പ്രവാചകനെ പോലെ ദൈവത്തിൻ്റെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.